ഏറ്റവും സങ്കടകരമായ വിവരം നേര്യമംഗലം മണിയമ്പാറയിൽ കെ.എസ്.ആർ.ടി.സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് പെൺകുട്ടിക്ക് ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നു. ബസ്സിനടിയിൽപ്പെട്ട പെൺകുട്ടിയുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ഒരു പ്രതികരണം ആ ഭാഗത്തു നിന്ന് വരുന്നതിലേക്കാണ് ഇനി. വന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു അപകടം നടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഇതും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. ബസ് ഓവർ സ്പീഡാണെന്നത് അത് ആരും അങ്ങനെ അത് പറയുന്നില്ല. എന്നാൽ പോലും അവിടുത്തെ വളവ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ അപകടം നിറഞ്ഞൊരു വളവാണ്. അതൊരു നിയന്ത്രണം വിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ ആരും വ്യക്തമായിട്ട് കാണാത്തതുകൊണ്ട് അത് ഓവർ സ്പീഡാണെന്നൊന്നും പറയാൻ കഴിയില്ല. വണ്ടിയിൽ സ്റ്റാൻഡിങ് 6-7 പേരെ ഉണ്ടെന്ന് പറഞ്ഞത്. അല്ലാണ്ട് സീറ്റ് ഫുള്ളായിരുന്നു. സ്റ്റാൻഡിങ് 10 പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അസുഖത്തെ തുടർന്ന് കട്ടപ്പന സ്വദേശിനി അനീറ്റ 14 വയസ്സുള്ള പെൺകുട്ടിയാണ് മരണമടഞ്ഞത്. രാഹുൽ വിജയൻ ഉണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, നേരത്തെ തന്നെ നമ്മളോട് പഞ്ചായത്ത് അംഗം സംസാരിക്കുമ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ മരണം നമുക്ക് സ്ഥിരീകരിക്കാമല്ലേ? അനുജ, ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. കട്ടപ്പന സ്വദേശി 14 വയസ്സുള്ള അനിറ്റയാണ് ഈ കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽ, പണിയമ്പാറയിലുണ്ടായ കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ കുട്ടി അമ്മയ്ക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ കുട്ടിയുടെ ദേഹത്തൂടെ ഈ ബസ്സിന്റെ ടയർ കയറി ഇറങ്ങുകയും ബസ്സിനടിയിൽ അകപ്പെടുകയുമായിരുന്നു കുട്ടി എന്നുള്ളതാണ് അറിഞ്ഞത്. പിന്നീട് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ കുട്ടീനെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇപ്പോഴത് ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ പോലീസും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് 20 പേരായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഈ നാട്ടുകാരുടെ പ്രതികരണം വന്ന പോലെ തന്നെ ഈ ബസ് നിയന്ത്രണം നഷ്ടപ്പെടാനിടയായ സാഹചര്യം ആ വളവാണ്. ആ വളവ് പതിവായിട്ട് അപകടമുണ്ടാകുന്ന ഒരു വളവാണ്. അവിടെ അപകടമുണ്ടായി ഈ ബസ്സിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ആ ബസ്സിന്റെ മുൻവശത്തിരുന്ന കുട്ടിയായിരുന്നു. അത് ഫ്രണ്ട് ഗ്ലാസിലൂടെ തെറിച്ചു വീണു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലൊരു സംശയമായും അധികൃതർ പറയുന്നത്. പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുകയും അതിനുള്ളിലൂടെ തെറിച്ചു വീഴുകയും ചെയ്ത പെൺകുട്ടി അവരുടെ ദേഹത്തോടെയാണ് ഈ ബസ് പിന്നീട് കയറി ഇറങ്ങിയത്. അതിനുശേഷം കുട്ടി ആ ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. 14 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. അനിത, നേര്യമംഗലം മണിയമ്പാറയിൽ കെ.എസ്.ആർ.ടി.സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് പെൺകുട്ടിക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. കട്ടപ്പന ഊന്നുകൽ സ്വദേശി അനീറ്റ, 14 വയസ്സുള്ള അനീറ്റയാണ് മരണമടഞ്ഞത്. 14 വയസ്സുകാരി അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു ഈ ബസ്. ക്രഷ് ബാരിയറിൽ ഇടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കെ.എസ്.ആർ.ടി.സി ബസ് എന്നുള്ളതാണ് വിവരം.